ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഞാനിപ്പോൾ നീച്ചിട്ടുള്ളൂ. ഇപ്പോഴല്ല, ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ബട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും കൂടി ഉറങ്ങാൻ പോകുകയാണ്. ഇപ്പോൾ സമയം ഒരു നോക്കട്ടെ, സമയം ഒരു 8 മണി ആവാനായിട്ടുണ്ട്, 7:50 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ നീച്ചിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അജുവിന് പണിക്ക് പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഞങ്ങളവിടെ മറ്റേ സംഭവമാണ്. എന്ത് സംഭവം മനസ്സിലായില്ലേ? എന്താ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. അപ്പോൾ അജുവിന് നേരത്തെ പോകണം, സൈറ്റിലാണ് പറഞ്ഞു. അപ്പോൾ അജുവിനെ പറഞ്ഞയക്കാനൊക്കെ വേണ്ടിയിട്ട് നീച്ചതാണ്. ഇനി ഒന്നും കൂടി ഉറങ്ങണമെന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഉറങ്ങും, അല്ലെങ്കിൽ നീച്ച് പോകും. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ഉറങ്ങട്ടെ, എന്നിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നീക്കാം. പിന്നെ ഇന്ന് കറണ്ടും കൂടി പോകുക. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ നീച്ചപ്പോൾ ഇങ്ങനെ ആലോചിച്ചു ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. എൻ്റെ വീട്ടിലത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിപ്പോൾ ഉറങ്ങിയില്ല ഗൈസ്. കുറച്ച് നേരം കടന്നു നോക്കി, പക്ഷെ ഉറക്കമൊന്നും വന്നില്ല. തിരുമ്പാനുള്ള തുണികളൊക്കെ കൊണ്ടിട്ട് വെക്കട്ടെ. കുറച്ച് നേരം അങ്ങനെ കടന്നു നോക്കി, പക്ഷേ ഉറക്കൊന്നും അങ്ങോട്ട് അടയിച്ചോട്ടെ കേട്ടോ. ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയായില്ല. യൂട്യൂബ് ചാനൽ നമുക്ക് പല്ല് തേക്കാം. നമുക്കിവിടെ പ്രകൃതികൾ ആസ്വദിച്ചിരുന്ന് പല്ല് തേക്കാം. മുടിയൊക്കെ ഒന്ന് കെട്ടി മുഖമൊക്കെ ഒന്ന് കഴുകി പല്ലൊക്കെ തേച്ച് അടിപൊളിയായിരിക്കണമെങ്കിൽ ഒന്ന് ശരിക്കും പാലക്കാട് ജില്ലക്ക് ലീവ് ആവുന്ന തന്നെ കരുതിയിരുന്നു. കാരണം ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ തോരാത്ത മഴയായിരുന്നു. അപ്പം ശരിക്കും പാലക്കാട് ജില്ലക്ക് വണ്ടികളൊക്കെ പുറത്തുനിന്നിരുന്നേക്കാം. പാലക്കാട് ജില്ലക്ക് ലീവാവുന്ന തന്നെ കരുതി. പക്ഷെ പാലക്കാട് ജില്ല അല്ലാത്ത കുറേ ജില്ലകൾക്ക് ഒഴിവുണ്ട്. കോഴിക്കോട്, കാസർഗോഡ് കണ്ടുവന്നു. പിന്നെ ഞങ്ങളവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുന്നത്തെ ദിവസം ഇവിടെ വന്നതാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളു കൊടുന്നിട്ട്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ അന്ന് അതിൻ്റെ കണ്ടെയ്ൻമെൻറ്റ് സോൺ നിന്നാണെങ്കിൽ ആ ദിവസം രാവിലെ ഉച്ചക്കൊക്കെയാണ് ഞാൻ കല്യാണത്തിന് പോയിരുന്നത്. പിന്നെ അങ്ങനെ നേരം ഇങ്ങോട്ട് വരികയും ചെയ്തത്. അപ്പോൾ ആകെ കുറച്ച് സാധനങ്ങളുള്ളൂ കൊടുന്നിട്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പുറത്തിറങ്ങാനും പറ്റില്ല, അജുവിന് വർക്കിന് പോകാനും പറ്റില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളുള്ളൂ കൊടുന്നിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ തിരുമ്പി നമുക്ക് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. 2-3 കൂട്ടം അത്രേ ഉള്ളൂ. പിന്നെ ഇടങ്ങാറ് എന്താ വെച്ച് കഴിഞ്ഞാൽ അജുവിൻ്റെ കുറച്ച് മീനുകളുണ്ട്. ഇങ്ങനെ നമ്മൾ മറ്റേ ഫ്രിഡ്ജിൻ്റെ ഒരു ഭാഗം ഇതാക്കിയിട്ട് ഉണ്ടാക്കൂലേ, ഇവിടെ നല്ല സൗണ്ട് ആയിക്കാരം അങ്ങനെ വണ്ടി പോണതുകൊണ്ട്. അപ്പം നമ്മൾ ഈ ടാങ്ക് പറയുന്നത് ഫ്രിഡ്ജിൻ്റെ ഒരു ഭാഗം അങ്ങനെ നമ്മൾ വെക്കൂലേ, അങ്ങനെ കുറേ ചെടിയും പായലും ഒക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. അതിന് ഫുഡും കാര്യങ്ങളൊക്കെ അതിന് ഓൾക്ക് കിട്ടും. കാരണം കുറേ ഇലകളും കുറേ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് മീനുണ്ട്, ഗപ്പി അങ്ങനെ ഏതൊക്കെ മീനുകളുണ്ട്. പക്ഷേ നമ്മളെ റൂമിൽ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ടാവും. ഞങ്ങളെ റൂമിലൊരു ചെറിയൊരു ബൗളിൽ ഒരു മീനുണ്ട്, ഫൈറ്റർ. എനിക്ക് വല്ലാതെ മീനുകളോടൊന്നും ഒരു താല്പര്യം ഇല്ലാത്തൊരു ആളായിരുന്നു ഞാൻ. പക്ഷേ എനിക്കിപ്പോൾ ആ ഒരു മീനിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വർത്താനം പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് അവിടെ ഒറ്റക്കാണ്. അപ്പോൾ ഞങ്ങളന്ന് പോരുമ്പോൾ അവിടെ എൻ്റെ മൂത്തശ്ശനും ഉമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അവിടെ ഒറ്റക്കാണ്. അപ്പോൾ ഒരു ഇടങ്ങാറ്, എന്തെങ്കിലും ആവുമോ അങ്ങനെയൊക്കെ ഒരു ഇടങ്ങാറ്. അല്ലെങ്കിലൊന്നും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ ഞങ്ങൾ നോക്കണത്. പക്ഷെ എങ്ങനെ എത്തിക്കുക? അവിടെ ഫുൾ ആൾക്കാരും അടച്ചിട്ടിക്കാണ്, ആകെ കുടുങ്ങി കിടക്കുകയാണ്. എന്തായാലും നോക്കി നോക്കാം. അപ്പം ഇനി എന്താ പറയുക, കടി തിന്നണം, ചായ കുടിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. രാവിലെ അജു നേരത്തെ പോയി, ഒരു 7 മണി 7:30 ആ ടൈമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡൈമ ലൈഫ് എടുക്കാമല്ലോ എന്നുള്ളൊരു ഇതൊക്കെ എത്തിയത്. അതുകൊണ്ടാണ് അതൊന്നും എടുക്കാതിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് കറണ്ടൊക്കെ പോകുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് പോകണത് വരെ നമുക്ക് ടി വിയൊക്കെ കാണാം. 8 മണിക്ക് പോകുന്ന തോന്നുന്നു പറഞ്ഞിന്. അപ്പോൾ ടി വിയൊക്കെ കാണാം. കറണ്ട് പോകുമ്പോൾ പോട്ടെ. ഇന്നത്തിൻ്റെ പ്ലേറ്റിൽ എന്തൊക്കെയാണെന്ന് അപ്പമുണ്ട്, കടലക്കറി ഉണ്ട്, ഇത് പൂളുണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചമ്മന്തി ഉണ്ട്. അതൊക്കെയാണ് കൂട്ടി ഒന്ന് കഴിക്കട്ടെ. അപ്പം നമുക്ക് ആദ്യം അപ്പം തിന്ന് നോക്കാം. ഇവിടെ ചക്ക ടി വിയുടെ സൗണ്ടിലിട്ടിക്കാം. നമുക്ക് അപ്പവും കടലക്കറി തിന്ന് നോക്കാം. ഇനി നമുക്ക് പോളിയും ചിക്കൻ കറിയും മുക്കിയിട്ട് ചമ്മന്തിയിലും മുക്കിയിട്ട് നോക്കാം. കറക്റ്റ് 9 മണിക്ക് കറണ്ട് പോകും പറഞ്ഞു. കറക്റ്റ് 9 മണിക്ക് തന്നെ കറണ്ട് പോയി. 8 മണിക്കല്ല, 9 മണിക്ക്. ഇനി വൈകുന്നേരം ഉള്ളു വരിക. ഇത്രയും നേരം നല്ല തലവേദനിച്ചിട്ട് കിടക്കുകയായിരുന്നു. 10 പപ്സ് കൊടുന്നു. ഞാൻ തിന്നട്ടെ. സോഫ്റ്റ് പപ്സ്. അതുകൊണ്ടാണ് പിന്നെ വീഡിയോസൊന്നും ഇട്ടില്ല. നല്ല തലവേദന കുറവുണ്ട്. ഗൈസ്, ഞങ്ങൾ തറവാട്ടിക്ക് പോവുകയാണ്. ഫുഡ് അവിടെ നിന്നാണ് ഉച്ചക്ക്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് കൊടുക്കാനുള്ളതൊക്കെ എടുക്കട്ടെ. കണ്ടോ? അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഞാൻ തിമ്മയാണ് പോണത്. പോയിട്ട് വരാം. അന്നുണ്ടായ പോക്കാണ്. സാധനങ്ങൾ റെഡി. അപ്പം പോയിട്ട് വരാം. മാസ്ക് ഇടാൻ മറന്നു. അങ്ങനെ ഞങ്ങൾ തറവാടെത്തി. അതാണ് കണ്ണിമാങ്ങ. സ്പൂൺ ഉണ്ടായിട്ട് നോക്കി ഉണ്ടാവും. പേരക്കുട്ടനെ മാത്രം വിളിച്ചിട്ട് അമ്മമ്മ രാവിലെ മുതലും ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വാട്ട് ഇങ്ങനെ വിളിക്കണുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പോകാൻ കരുതി. അപ്പം 10 മിനിറ്റ് അപ്പം വന്നു. പിന്നെ ഞങ്ങൾ നേരെ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എന്തോ ലീക്കായിട്ട്, ജനറേറ്ററിന് എന്തോ ലീക്കായിട്ട് അങ്ങനെ അത് ശരിയാക്കുകയാണ്. പിന്നെ ചായക്കടികളാണ് ഇതൊക്കെ. എൻ്റെ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ടോ? കണ്ടോ? ഞാൻ ബാട്ടിയും ചായ കുടിക്കാണ് ഗൈസ്. ഇങ്ങനെ തറവാട്ടിലൊക്കെ പോയി വന്നിപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ ഒരു 6 മണി 6:30 7 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കിടക്കുകയാണ്. കുറച്ച് നേരം അങ്ങനെ കിടക്കുക. അങ്ങനെ അടുത്തത് പിന്നെ നൈറ്റ് ഫുഡ് കഴി. അജു വന്നിട്ട് അജുനുള്ള ചായ റെഡിയാക്കുകയാണ്. ഇത്രയും നേരം കറണ്ടില്ലാത്ത ആരെ കൊണ്ട് ഇപ്പം മെഷീൻ ഇതാ ഇപ്പോഴാണ് ഇട്ടിക്കണത്. കുറേ തുണികൾ ഇതാ അവിടെ തിരുമ്പാൻ. അപ്പം അതൊക്കെ അപ്പോൾ പണി ഇവിടെ. ജ്യൂസ് അതൊക്കെ കാട്ടു നോക്കി ഞാൻ വ്ളോഗിലിടും. നേരെ കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഇനി കാണുന്നത് ആർട്ടിഫിഷ്യൽ ഒറിജിനൽ അല്ല കേട്ടോ. ആ കൈയുടക്കെ തരുന്നുണ്ടോ? ഞാൻ ഇതൊക്കെ ഉറപ്പായിട്ടിടും.
ഞാൻ ഉണ്ടാക്കിയ ചായ കുടിച്ചിട്ടിരിക്കണം. ചായ രസമല്ല. ഇല്ല ഇല്ല. പിന്നെ നോക്കി പറയ്. പോയിക്ക അവിടുന്ന് പായസം ചായ. സാധനത്തിനൊന്ന് കൊണ്ടയക്കാ. ക്യാമറ നോണായി കുറച്ച് കൊണിച്ചിനോട് തരാം. എന്റെ വീഡിയോ അല്ലാത്ത എല്ലാ വീഡിയോസും കാണും. കണ്ടോ? ഒന്ന് പോയിക്ക സാലിമ വെറുപ്പിച്ച. അതൊന്ന് പോയിക്ക. എടുക്കും. ഞങ്ങള് പോവാണ്. എല്ലാരും മാസ്ക് ഇട്ട് ഇറങ്ങിക്കണം. ഫുഡ് കഴിക്കാനാണ് പോണത്. ഞാൻ എവിടേക്കാ പോണത് പറഞ്ഞു കൊടുക്ക. പെരിന്തൽമണ്ണ. ഒറ്റ മൈൻഡ്. കിടിലൻ വൈബ്. അല്ല 6 മൈൻഡ്. ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്. നേരെ നെസ്റ്റോക്ക് എത്തി. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഡാർക്ക് സർക്കിൾസ് നെസ്റ്റോക്കാണ് വന്നിക്കണത്. ഓർക്കെ പറയണേ നെസ്റ്റോക്കാണ് ഗൈസ്. ഇതൊന്നും ഞാൻ കട്ടിയില്ല, അതാണ് വേറെ കാര്യം. ഞാനൊക്കെ ഉള്ളതുപോലെ ഇടും. അതോ കാക്കപ്പിട്ടു. സനാന്റെ കണ്ണൊക്കെ മഞ്ഞളിക്കണ്ട് ഗൈസ്. നോക്കൂ. ഓഫറുണ്ടായി കൂടി പോവാദ്യം. സാധനം ഇവിടെ നോക്കി വെക്കാം. ലിപ്സ്റ്റിക്കില്ല ഗൈസ്. അതാണ് പ്രശ്നം. നമുക്ക് പോവാം. എല്ലാവരും അയ്യോ അവിടെ നിന്ന് നമ്മൾ പോയി. എന്തായാലും ഇഷ്ടപ്പെട്ട സെക്ഷനിലേക്കാണ് പോണത്. കാണിച്ചു തരാം. എൻ്റെ ഫൈറ്ററിൻ്റെ പോലത്തെ, എൻ്റെ മീനിനെ പോലത്തെ മീൻ എടുക്കാനൊന്നുമല്ലേ, നോക്കാനാണ്. ഞങ്ങൾക്ക് ഉണ്ടടാ ഒന്ന് പാകം. ഞമ്മളല്ലേ കുഞ്ഞിൻ്റെ പോലത്തെ. ഏതാ കുപ്പി തരും. പറഞ്ഞാലും മീൻ ഡ്രൈവൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട്. ഞാൻ കടന്നാൽ മതി. 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.